നല്ല കാതലുള്ള ചന്ദനമരങ്ങളായിരിക്കും വിലായത്തുക. എന്താ വെച്ചാൽ ആ കാതലിന്റെ ഒരു വലിപ്പമൊക്കെ ഉണ്ട്. ഏകദേശം 1 മീറ്റർ വരെയൊക്കെ നീളമൊക്കെ കിട്ടുന്ന ഒറ്റത്തടിയിൽ കിട്ടുന്ന ചന്ദനത്തെയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്യണം. അതിന് വില എത്രയാണെന്ന് അറിയോ? 20,000 അല്ല, 1 കിലോക്ക് ഇപ്പോ ഏകദേശം 50,000 മുകളിൽ ഇപ്പൊ വിലയുണ്ട്. ആ സിനിമയുടെ റിവ്യൂസിലേക്ക് ഇപ്പോ സിനിമയെ കുറിച്ചുള്ള ന്യൂസുകൾ വരുന്നുണ്ട്, ചന്ദനത്തെ കുറിച്ചുള്ള ഫുൾ ചരിത്രങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലൂടെ ഇപ്പൊ വരുന്നുണ്ട് കൂടുതലായിട്ട്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാലും ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും ചന്ദനത്തെ പറ്റിയും ചന്ദന കൃഷിയെ കുറിച്ചും ഇതിന്റെ ഡിമാൻഡിനെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷെ ഇതെല്ലാരും കൃഷി ചെയ്യുക എന്തുകൊണ്ടാ? ഒന്ന് ഇതിനെ നോക്കി നടത്താൻ നമുക്ക് കഴിവില്ല, കപ്പാസിറ്റി ഇല്ല. രണ്ടത് കള്ളന്മാർ എങ്ങനെ വന്നാലും നോട്ടിട്ട് വെച്ച് അടിച്ചുകൊണ്ട് പോകും. ഇപ്പൊ എങ്ങനെ കട്ടുകൊണ്ട് പോകുന്നൊക്കെ ആ സിനിമ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഇന്ന് ഏകദേശം 8 ലക്ഷം രൂപ വെച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 16 മരത്തിൽ ഒരു 1 കോടി 1.5 കോടിക്ക് അടുത്ത് വരെ പ്രതീക്ഷിക്കാം. അപ്പൊ അത് കിട്ടുന്ന ഒരു ലോങ് ടൈം വരുമാനമാണ്. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞാൽ അതായിരിക്കും വില അല്ല. 5 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞാലൊക്കെ വിലയിൽ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം 1980 1 കിലോ ചന്ദനത്തിന് കേവലം 20 രൂപ ഉണ്ടായിരുന്നു. 20 രൂപ ഉണ്ടായിരുന്ന ചന്ദനം ഘട്ടം ഘട്ടമായിട്ട് 1990 എത്തിയപ്പോൾ അത് 200 രൂപയിലേക്കും നേരെ 2007 എത്തിയപ്പോൾ അതിന്റെ വിലകളിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായി. ഇപ്പൊ 2023 എത്തിയപ്പോൾ അത് ഏകദേശം 20,000 രൂപ കഴിഞ്ഞു. അപ്പോ കഴിഞ്ഞ 43 വർഷം കൊണ്ട് 1000 മടങ്ങിലധികം വില വർദ്ധിച്ച ഒന്നാണ് സാൻഡൽവുഡ്, ചന്ദനം. അത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഇന്ത്യൻ സാൻഡൽവുഡിനാണ്. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്കൊരു 4 കോടിക്കപ്പുറം വില സാൻഡൽവുഡ് കൾട്ടിവേഷനിലൂടെ കിട്ടാനുള്ള ഒരു വരുമാന മാർഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്.